CPM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ തർക്കം. യോഗത്തിൽ CC സജിമോൻ പങ്കെടുക്കാനെത്തിയതിനെ തുടർന്നായിരുന്നു തർക്കം. പീഡനക്കേസിൽ പ്രതിയായ CC സജിമോനെ തിരിച്ചെടുത്ത പാർട്ടി തീരുമാനം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സജിമോൻ യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്നൊരു വിഭാഗം നിലപാടെടുക്കുകയായിരുന്നു. തർക്കത്തെ തുടർന്ന് സജിമോനെ യോഗത്തിൽ നിന്ന് ഇറക്കിവിട്ടു. ഇന്ന് രാവിലെ സജിമോനെതിരെ പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു. വിവരങ്ങൾ ഹാൻസ് ജോൺ നൽകും. ഹാൻസ്, എന്താണ് സംഭവം? എന്തൊക്കെയാണ് പോസ്റ്ററിലെ വിവരങ്ങൾ? വിവാഹിത സ്ത്രീയെ ഗർഭിണിയാക്കുകയും ഇതിനെ തുടർന്നുണ്ടായ DNA പരിശോധനയിൽ കൃത്രിമത്വം കാണിച്ചു എന്ന് പറഞ്ഞിട്ടും ഇയാൾക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ 2021 വനിതാ നേതാവിന് ലഹരി നൽകി നഗ്നചിത്രം പകർത്തി പ്രചരിപ്പിച്ചതിനും കേസ് നിലനിൽക്കുന്ന വ്യക്തിയാണ് CC സജിമോൻ. ഇതിനെ തുടർന്നാണ് പീഡനവീരനും സ്ത്രീകളെ വലവീശി പിടിക്കുന്നവനും കൈക്കൂലിക്കാരനുമായ CC സജിമോൻ അവിഹിതത്തിലുണ്ടായ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്നാവശ്യപ്പെട്ട് തിരുവല്ല പൗരസമിതിയുടെ പേരിൽ തിരുവല്ല നഗരത്തിലാകെ പോസ്റ്ററുകൾ ഉയർന്നു വന്നത്. ശരിക്കും CPM ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന CC സജിമോനെ പാർട്ടി ഇതിനെ തുടർന്ന് ഈ പീഡന കേസുകൾക്ക് തുടർന്ന് പുറത്താക്കിയിരുന്നു. പക്ഷേ ഈ തീരുമാനം പാർട്ടിയുടെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റദ്ദാക്കിയിരുന്നു. ഈ തീരുമാനം അറിയിക്കുന്നതിനായി വിളിച്ചു ചേർത്ത ലോക്കൽ കമ്മിറ്റി മീറ്റിംഗിലും സജിമോന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ സാന്നിധ്യത്തെ തുടർന്നാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഒരു വിഭാഗം ഉൾപ്പെടെ സജിമോനെ യോഗത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിലപാട് എടുത്തത്. ഇതിനെ തുടർന്ന് കയ്യാങ്കൾ രൂപപ്പെടുകയും തർക്കം രൂക്ഷമാകുകയും ചെയ്തു. തുടർന്നാണ് സജിമോനെ കമ്മിറ്റിയിൽ നിന്നും ഇറക്കിവിടുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജയും തോമസ് ഐസക്കും അടക്കമുള്ള നേതാക്കൾ ഉൾപ്പെട്ടിട്ടാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ഈ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇതിനെ തുടർന്ന് സജിമോൻ കൺട്രോൾ കമ്മീഷന്റെ പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷനെ സമീപിക്കുകയും അതിനെ തുടർന്നാണ് കൺട്രോൾ കമ്മീഷന്റെ അന്വേഷണത്തിനൊടുവിൽ ഇയാളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നത്. ഇതിനെ തുടർന്നും CPM തിരുവല്ല ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഇദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുത്തതിനുള്ള പ്രതിഷേധവും ശക്തമാണ്. ശരി, ഹാൻസ് ജോൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്.